വെളിപ്പാട് അധ്യായം 12. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ വസ്ത്രമായി ധരിച്ച ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. ഈറ്റുനോവിനാൽ അവൾ നിലവിളിച്ചു. അപ്പോൾ ആകാശത്തിൽ മറ്റൊരടയാളം പ്രത്യക്ഷമായി. 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടവും തീ നിറവുമുള്ള ഒരു മഹാസർപ്പം. അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാൽ കൊണ്ട് വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ജനിച്ചാൽ ഉടൻ കുട്ടിയെ വിഴുങ്ങാൻ സർപ്പം പ്രസവമടുത്തിരുന്ന സ്ത്രീയുടെ മുമ്പിൽ നിലകൊണ്ടു. ഇരുമ്പ് കോൽ കൊണ്ട് രാജ്യങ്ങളെ ഭരിക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ സ്ത്രീ പ്രസവിച്ചു. ദൈവത്തിങ്കലേക്കും അവിടുത്തെ സിംഹാസനത്തിലേക്കും കൂട്ടിയെടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ സംരക്ഷിക്കുവാൻ ദൈവം അവൾക്ക് ഒരു സ്ഥലം ഒരുക്കിയിരുന്നു. അനന്തരം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് യുദ്ധം ചെയ്തു. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർക്ക് വിജയം ലഭിച്ചില്ല. സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്നവനും പിശാച് എന്നും സാത്താൻ എന്നും പേരുള്ളവനുമായ പഴയ പാമ്പിനെ തള്ളിയിട്ട് കളഞ്ഞു. അവനെയും അവനോടുകൂടി അവന്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും തന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും വന്നിരിക്കുന്നു. നമ്മുടെ സഹോദരരെ ദൈവസന്നിധിയിൽ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവനെ ജയിച്ചു. മരണം വരെയും തങ്ങളുടെ ജീവിതത്തെ അവർ സ്നേഹിച്ചതുമില്ല. അതിനാൽ സ്വർഗമേ, സ്വർഗവാസികളെ സന്തോഷിപ്പിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച് വലിയ ക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് കണ്ടപ്പോൾ മഹാസർപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിക്കുവാൻ പിന്തുടർന്നു. മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് സ്ത്രീക്ക് വലിയ കഴുകന്റെ 2 ചിറക് നൽകപ്പെട്ടു. അവിടെ സർപ്പത്തിൽ നിന്ന് അകലെയായി അവളെ കാലവും കാലങ്ങളും കാലാർദ്ധവും പോറ്റി രക്ഷിച്ചു. അപ്പോൾ സ്ത്രീയെ ജലപ്രവാഹത്തിൽ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി സ്ത്രീയെ സഹായിച്ചു. അത് വായ് തുറന്നു. സർപ്പം തന്റെ വായിൽ നിന്ന് പുറപ്പെടുവിച്ച നദിയെ വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. അവളുടെ സന്തതികളിൽ ശേഷിച്ചിരിക്കുന്നവരും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ മഹാസർപ്പം പുറപ്പെട്ടു. അവൻ സമുദ്രതീരത്ത് മണലിന്മേൽ നിന്നു.